കമ്മ്യൂണിസ്റ്റുകാരെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചു നാളുകളായി പരിശോധിക്കുകയാണെങ്കിൽ അവർ ബി.ജെ.പിയെ കുരുക്കാനിടുന്ന ചൂണ്ടയിൽ അവർ തന്നെ കുടുങ്ങുന്നതാണ് നാം കണ്ടത്. അത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ പലതവണ കണ്ടിട്ടുണ്ട്. സുരേഷ് ഗോപിക്കെതിരെ കരിവന്നൂരും അതോടൊപ്പം തന്നെ ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരായി അവരെ കൊണ്ടൊരു കേസ് കൊടുപ്പിച്ചു. അങ്ങനെ പലതും നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ആ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പി അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് അതിന്റെ തുടക്കം നാം കാണുന്നത്. ഈ ശ്രീലേഖയുമായി ബന്ധപ്പെട്ടാണ്. ശ്രീലേഖ സൗഹൃദത്തിന്റെ പേരിൽ ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെടുന്നു. അത് വലിയ രീതിയിൽ വിവാദമാക്കുന്നു. ആ വലിയ രീതിയിൽ വിവാദമാക്കിയത് ഏറ്റവും അധികം പ്രതിസന്ധിയിലായിരിക്കുന്നത് വി.കെ. പ്രശാന്തിന് തന്നെയാണ്. വി.കെ. പ്രശാന്ത് രാവിലെ തന്നെ മാധ്യമങ്ങളെ വിളിച്ച് ഇതെന്തോ വലിയ ഫാസിസ്റ്റ് ആണ്, അവർ പോലീസാണെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി. നമ്മുടെ ശിവൻകുട്ടി ഉണ്ടല്ലോ, ശിവൻകുട്ടി കുറച്ചു നാളുകളായി തന്നെ ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് അവസാന പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നത് നാം കണ്ടതാണ്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും സഖാക്കൾക്ക് മനസ്സിലായില്ല ജനങ്ങൾ ഈ പ്രശ്നം എങ്ങനെ എടുക്കുമെന്ന്. ശബരിമല പ്രശ്നം വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോഴും സഖാക്കൾ വിശ്വസിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടം തങ്ങളെ രക്ഷിക്കുമെന്ന്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അങ്ങനെയല്ല. പണ്ട് കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ജനങ്ങളുടെ കൃത്യമായ മനസ്സറിയാം, സ്പന്ദനം അറിയാം, വോട്ടർ പട്ടിക അറിയാം, ആർക്ക് വോട്ട് ചെയ്യുമെന്നും അറിയാം. അതെല്ലാം കാലം മാറിയപ്പോൾ അവർക്ക് തെറ്റുകയാണ്. പണ്ട് കൃത്യമായി വിലയിരുത്തും. അവരുടെ വിലയിരുത്തലുകളായിരുന്നു മാധ്യമങ്ങൾ പോലും വാർത്തയാക്കിയിരുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞോടെ നമ്മുടെ സഖാക്കൾ പറയും 20-ൽ 21 സീറ്റ് നേടും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പറഞ്ഞതിന് ശേഷം വിജയം ഉറപ്പായിരുന്നു. ജയിച്ചത് UDF-ഉം BJP-യുമാണ്. ആ ഒരു തെറ്റിദ്ധാരണയിലേക്ക്, തെറ്റായ രീതിയിലേക്കാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ കൗൺസിലറിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദവും ഉണ്ടായിരുന്നു. അത് അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ അത് അവസാനിപ്പിക്കാതെ മാധ്യമങ്ങളിൽ BJP-ക്കെതിരെ വലിയ രീതിയിൽ കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു? സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയല്ലേ. ശാസ്തമംഗലം പോലുള്ള ഒരു VIP-കൾ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു മാസത്തെ വാടക വെറും 800 രൂപ. നാം ഒരു ഹോട്ടലിൽ പോയി, ലോഡ്ജിൽ പോയി മുറിയെടുത്താൽ പോലും കുറഞ്ഞത് 600 രൂപയുണ്ട്. അപ്പോഴാണ് ഒരു മാസത്തേക്ക് നമ്മുടെ ഗംഭീരമായ ഒരു മുറി, നമ്മുടെ ജനങ്ങളെ സേവിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന സഖാവ്, പരിപ്പോടയും കട്ടൻ ചായയും കുടിക്കുന്ന സഖാവിന് ലഭിക്കുന്നത് വെറും 800 രൂപയ്ക്ക്. സഖാവെ, കാലം മാറി. അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത്. ഇപ്പോഴും പ്രശാന്ത് വലിയ എന്തോ സംഭവമാണെന്ന രീതിയിലാണ് സഖാക്കൾ കൈയടിക്കുന്നത്. ഇത് തന്നെ നാം കരുവന്നൂരിൽ കണ്ടിരുന്നു. നമ്മുടെ സഖാക്കൾ വലിയ തമ്പുരാനാണ്. പിന്നീട് പിണറായിക്ക് വേണ്ടി കൈയടിക്കുന്നത് കണ്ടു. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് വാസുവിന് വേണ്ടി കൈയടിക്കുന്നത് കണ്ടു. പത്മകുമാറിന് വേണ്ടി കൈയടിക്കുന്നത് കണ്ടു. പക്ഷെ കൈയടിക്കുന്നതും ജനങ്ങൾ കാണുന്നുണ്ട്. എല്ലാവർക്കുമുള്ള കൃത്യമായ പണി തന്നെയാണല്ലോ തിരഞ്ഞെടുപ്പിലൂടെ അവർ നൽകുന്നത്. ഇപ്പോൾ നോക്കൂ, വട്ടിയൂർക്കാവിൽ വലിയ രീതിയിൽ തന്നെ CPM-നെ പ്രതിസന്ധിയിലാക്കാൻ പോവുകയാണ് ഈ വിഷയം. കാരണം അവിടെ നിന്നും മാറി ഇത് കൂടുതൽ തലത്തിലേക്ക് വർദ്ധിക്കുകയാണ്. കൂടുതൽ മേഖലയിലേക്ക് ഇതിന്റെ ചർച്ച ഉണ്ടാകുകയാണ്. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. പ്രശാന്തിന്റെ മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ കെട്ടിടങ്ങളെക്കുറിച്ചും വാടക കരാറിനെ കുറിച്ചുള്ള കൃത്യമായ പരിശോധന ഉണ്ടാകും. പരിശോധനയ്ക്ക് മുൻപ് തന്നെ BJP നേതാക്കളിൽ പലരും പറയുന്നത് 250 രൂപയ്ക്ക് വരെ ചില മുറികൾ നൽകിയിട്ടുണ്ട്. 250 രൂപയ്ക്ക് മുറിയെടുത്ത് ഉപകരാർ നൽകി വലിയ പണം തട്ടുന്ന പരിപാടി ഉൾപ്പെടെ സഹാക്കൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം കൃത്യമായി പുറത്തു വരും. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് മുൻ അരുവിക്കര MLA-യും അതോടൊപ്പം തന്നെ നിലവിലെ കവടിയാറിലെ കൗൺസിലറുമായ ശബരിനാഥ് കൃത്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രശാന്ത് എന്ന കാട്ടുകള്ളന്റെ, വാടക കള്ളനെ കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു ഇടുന്നത്. അദ്ദേഹം പറയുകയാണ്, ഈ വാടക കള്ളന് 2 മുറികൾ MLA ഹോസ്റ്റലിലുണ്ട്. 1 അല്ല 2 മുറികൾ. അവിടെ ഓഫീസ് ക്രമീകരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. കമ്പ്യൂട്ടറുണ്ട്,
പ്രിന്ററുണ്ട്, ഇരിക്കാൻ സൗകര്യമുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് MLA ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെ 2 മുറികളുണ്ട്. ആ 2 മുറികളായിരുന്നു, അതിലൊരു മുറിയായിരുന്നു മുൻകാലങ്ങളിൽ അവിടുത്തെ MLA ആയിരുന്ന, പ്രശാന്തിന് മുൻപ് MLA ആയിരുന്ന മുരളീധരൻ ഉപയോഗിച്ചിരുന്നത്. പല MLA മാരും തങ്ങളുടെ ഓഫീസായി പ്രവർത്തിപ്പിക്കുന്നത് MLA ഹോസ്റ്റലാണ്. അത്തരം സൗകര്യങ്ങൾ ഉള്ളപ്പോൾ കൗൺസിലറിന് അനുവദിച്ചു നൽകിയിരിക്കുന്ന ആ ഓഫീസിൽ വലിഞ്ഞു കയറിയിരിക്കാൻ ഈ പ്രശാന്തിന് ആരാണ് അനുവാദം നൽകിയത്? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. അല്ലെങ്കിൽ കോർപ്പറേഷൻ അടിയന്തരമായി ഇടപെട്ട് അദ്ദേഹത്തെ ഇറക്കി വിടണം. അല്ലെങ്കിൽ അതിൻ്റെ ഈ വാടക കരാർ കൂട്ടി നൽകേണ്ട സാഹചര്യമുണ്ട്. വെറും 800 രൂപ എന്താണ്? 800 രൂപയ്ക്ക് ഇദ്ദേഹം ആരാണ് അവിടെ ഇരിക്കാൻ? ജനങ്ങളെ സേവിക്കുന്നു. 25,000 രൂപ എഴുതിയെടുക്കുന്നു എന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ പറയുകയാണ് ക്യാപ്സ്യൂളുമായി വന്നു. ഈ 25,000 രൂപ മുറിക്ക് മാത്രമല്ല പല ചെലവുകൾക്കും വേണ്ടിയാണ് 25,000 രൂപ അനുവദിക്കുന്നതെന്ന്. പല ചെലവുകൾക്കും വേണ്ടി. അതിനിടയ്ക്ക് പറയുകയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളുണ്ട്, പണം അനുവദിക്കുന്നുണ്ട്. കേരളത്തിൽ പൊതുവെ കുറവാണ്. അപ്പോൾ പ്രശാന്ത് MLA-ക്ക് ഈ പണം കൊണ്ട് ജീവിക്കാൻ പറ്റാതായി. അത്രയ്ക്ക് ചിലവാണോ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക്? കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ശമ്പളം? ഒരു സാധാരണക്കാരായ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ജോലിക്ക് പോയാൽ ലഭിക്കുന്നത് 5,000 രൂപയായിരിക്കും, അല്ലെങ്കിൽ 10,000 രൂപയായിരിക്കും, അല്ലെങ്കിൽ 15,000 രൂപയായിരിക്കും. ആ ഒരു 20,000 മുകളിൽ വലിയ രീതിയിൽ ഒരു 50% പേർക്കും കിട്ടുകയില്ല. ഒരു സാധാരണ ഒരു നേഴ്സിന് ഉൾപ്പെടെ ലഭിക്കുന്ന ശമ്പളം നമുക്കറിയാവുന്നതാണ്. 20,000 കൂടുതൽ എവിടെയാണ് ലഭിക്കുന്നത്? ഒരു അധ്യാപകർക്ക് തന്നെ ആയാലും. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ജീവിക്കുന്നിടത്താണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കമ്മ്യൂണിസം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് സ്വന്തം മക്കളെയും മരുമക്കളെയും വീടും കോടികൾ കൊണ്ട് മൂടുമ്പോൾ ഈ കൊടി പിടിച്ചു കിടക്കുന്ന സഹാക്കളോട് പറയും വിപ്ലവം ജയിക്കട്ടെ. അങ്ങനെ ഒരു സമൂഹത്തെ, കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയൊക്കെയാണ് കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു, പാർട്ടി ഗ്രാമങ്ങൾ ഇല്ലാതാകുന്നു. കണ്ണൂരിൽ ആയിരക്കണക്കിന് പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. ആ പാർട്ടി ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസം കടന്നു വന്നപ്പോൾ അവർ മൈസൂരിലേക്കും ബാംഗ്ലൂരിലേയുമെല്ലാം പോയി വിദ്യാഭ്യാസം നേടിയപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ പാർട്ടി ഗ്രാമങ്ങൾ തകരുകയാണ്. കാരണം വിദ്യാഭ്യാസം നേടിയപ്പോൾ മനസ്സിലായി നമ്മുടെ സഹാക്കൾ കോടികൾ കൊണ്ട് കാറുകൾ വാങ്ങുന്നു, കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, ആഡംബര ജീവിതം നയിക്കുന്നു, മക്കളെ വലിയ രീതിയിൽ വിവാഹം കഴിച്ചു വിടുന്നു, അവരെ പഠിപ്പിക്കുന്നു. സാധാരണക്കാരായ സഹാക്കൾ കൂലിപ്പണി എടുത്ത് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലുള്ളത്. പലരും നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, അവർ കർണാടകയെ ചൂണ്ടിക്കാട്ടും. IT നഗരമാക്കി മാറ്റിയത് തങ്ങളാണെന്ന് അവർ അവകാശപ്പെടുക ഉണ്ടാവും. അവർ പലതവണ അവകാശപ്പെടും. കർണാടകയെ ഇത്രയും വലിയ വികസനത്തിലേക്ക് എത്തിച്ചത് തങ്ങളാണെന്ന് അവകാശപ്പെടും. അത് അവരുടെ ശക്തി കേന്ദ്രമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് മോഡൽ അവർ ചൂണ്ടിക്കാണിക്കും. ഗുജറാത്തിന് ഇത്രയും വലിയ വികസനം എത്തിച്ചത് തങ്ങളാണെന്ന് അവർ അവകാശപ്പെടും. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കണ്ണൂരിനെ, തങ്ങളുടെ ശക്തി കേന്ദ്രമായ പാർട്ടി ഗ്രാമമായ കണ്ണൂരിനെ ഇത്രയും അധികം വികസനങ്ങളിൽ എത്തിച്ചു എന്ന് ചൂണ്ടിക്കാട്ടാൻ കഴിയാത്തത് എന്താണ്? അവർ വികസനമെന്ന് ചൂണ്ടിക്കാട്ടുന്നത് എറണാകുളമാണല്ലോ. എറണാകുളത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കനൽ ഒരു തരി പോലും കാണില്ല. പരമ്പരാഗതമായി എറണാകുളം ആരുടെ ശക്തി കേന്ദ്രമാണ്? ആ വികസനങ്ങൾ കൊണ്ടുവന്നത് നാം പരിശോധിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അത് കരുണാകരനിലേക്കോ ആന്റണിയിലേക്കോ പോയി നിൽക്കില്ലേ? അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നിലധികം മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്ന കണ്ണൂരിൽ പോലും വികസനം കൊണ്ടുവരാൻ കഴിയാത്ത കാട്ടുകള്ളന്മാരായ കമ്മ്യൂണിസ്റ്റുകാർ പിടിക്കപ്പെടുകയാണ്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് വെറും 800 രൂപയ്ക്ക് ശാസ്തമംഗലത്ത് ഓഫീസും തുറന്നു വെച്ച് MLA ഹോസ്റ്റലിൽ 2 മുറികളും സ്വന്തമാക്കി വെച്ച് ആഡംബര ജീവിതം നയിക്കുന്ന പ്രശാന്ത് എന്ന ആ വാടക കള്ളനെ പിടികൂടിയിരിക്കുകയാണ് മുൻ IPS ഉദ്യോഗസ്ഥ.